കാളവണ്ടി യുഗത്തിൽ നിന്ന് മനുഷ്യൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്റർനെറ്റ് യുഗത്തിലേക്കാണ്. എല്ലാ കാര്യങ്ങളെയും മനുഷ്യന്റെ വിരൽത്തുമ്പ് കൊണ്ട് സ്പർശിച്ചാൽ മനുഷ്യന്റെ വിരൽത്തുമ്പിൽ സകല കാര്യങ്ങളും ഓടിക്കുവാൻ കഴിയുന്ന ടെക്നിക് ലോകത്തിലേക്ക് മനുഷ്യൻ എത്തിയിരിക്കുകയാണ്. ഏതൊരു മേഖലകളിലേക്കും നമ്മൾ നോക്കിയാൽ ഏത് മനുഷ്യനും ഏതൊരു കൊച്ചുകുഞ്ഞിനും നിരൂപിച്ചാൽ ലോകത്തിന്റെ മുഴുവൻ കൺട്രോളുകളും കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണ വിധത്തിലുള്ള ടെക്നോളജിയിലേക്ക് ലോകം വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ വളരെ വസ്തുനിഷ്ഠമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സർവശക്തനായ ദൈവം, സർവശക്തനായ ജീവിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തെ അറിയുവാനോ ദൈവവഴികളിൽ നടക്കുവാനോ താല്പര്യമില്ലാതെയും ചിന്തയില്ലാതെയും മനുഷ്യൻ തന്നിഷ്ടക്കാരായി ലോകത്തിന്റെ മോഹങ്ങളും ഇഷ്ടങ്ങളിലൂടെയും തങ്ങളുടെ സമയങ്ങൾ വ്യർത്ഥമാക്കി കളഞ്ഞ് ഇന്റർനെറ്റിനും അങ്ങനെയുള്ള വിവിധങ്ങളായ മീഡിയകളിൽ അകപ്പെട്ട് മനുഷ്യന്റെ മനസ്സുവരെ മാറിയിരിക്കുകയാണ്. ദൈവിക ബോധമില്ലാത്തവരായി, ദൈവത്തെ അന്വേഷിക്കുവാൻ മനസ്സില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായി നാം തിരിച്ചറിയണം. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ മുഴുവനും കൺട്രോൾ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ അറിയുവാനും ദൈവവഴിയിൽ നടക്കുവാനും, ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലാക്കിയത്. വിശുദ്ധ ബൈബിളിൽ സംസ്കാരം പ്രസ്താവിക്കുന്ന ഒരു സത്യമുണ്ട്. സങ്കീർത്തനങ്ങൾ 116 ഇങ്ങനെ വായിക്കുന്നു: സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമിയെ ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുകയാണ്. മനുഷ്യൻ അധിവസിക്കുവാൻ, മനുഷ്യന് വാസം ചെയ്യുവാൻ, മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങളെ മനുഷ്യന് വസിക്കുവാൻ വേണ്ടി ദൈവം ഭൂമിയെ കൊടുത്തിരിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് ദൈവഭയമില്ലാത്തവരായി, ദൈവത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവരായി, ദൈവിക ബോധമില്ലാത്തവരായി, തന്നിഷ്ടക്കാരായി, ദൈവവഴിയിൽ നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ അധികാരങ്ങളും ദൈവം കൊടുത്ത കൽപ്പനകളൊന്നും ആചരിക്കാതെ അതറിയാതെ അതിനെ ലംഘിച്ച് ദൈവത്തോട് മത്സരിക്കുന്ന മനുഷ്യനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതേ വിശുദ്ധ ബൈബിൾ പ്രസ്താവിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യന്റെ അതിക്രമം നിമിത്തം, അകൃത്യ നിമിത്തം ഭൂമി കിടുകിടാ വിറയ്ക്കുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, ഭൂമിയുടെ അകൃത്യം അതിന്റെ ഭാരമായിരിക്കുന്നു. ഇന്ന് മനുഷ്യൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന സകല പാപങ്ങളും നിമിത്തം ഭൂമി വിലപിക്കുകയാണ്. ഭൂമി അതിക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഭൂമി എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ സ്ഥാനം വിട്ട്, ഭൂമിയുടെ നിലവിട്ട് ഭൂമി കുലുങ്ങുകയാണ്, ഭൂമി ചലിക്കുകയാണ്. അവിടോടങ്ങളായ വിവിധ സംഭവവികാസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു കാലഘട്ടത്തിൽ സൂര്യനെ നോക്കിയാൽ, കാലാവസ്ഥ നോക്കിയാൽ നമുക്ക് പ്രവചിക്കുവാൻ കഴിയുമായിരുന്നു, പറയുവാൻ കഴിയുമായിരുന്നു. പക്ഷേ കാലാവസ്ഥകൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. അത്യുഗ്രമായ ചൂടിന്റെ ആധിക്യം കൊണ്ട് മനുഷ്യർ മുഴുവനും ചൂടുകൊണ്ട് വേദനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പ്രകൃതിക്ക് പോലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതി മനുഷ്യന്റെ കൺട്രോളിൽ നിന്നും മനുഷ്യനെ പ്രവചിക്കുവാൻ കഴിയാതെ, മനുഷ്യന് യാതൊരുവിധ ശാസ്ത്രങ്ങൾക്കും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രകൃതിക്ക് പോലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ കാരണം എന്താണ്? ദൈവഭയമില്ലാത്തവരായി, ദൈവിക കൽപ്പനകളെ അനുസരിക്കാത്തവരായി ജനം വഷളത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി പ്രസ്താവിക്കുന്ന ഒരു കാര്യം: ഭക്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, നോഹ എന്നൊരു ദൈവഭക്തൻ. മഞ്ഞും മഴയും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ആ ദൈവത്തിന് ഒരു അരുളപ്പാട് കിട്ടി. അദ്ദേഹം ദൈവത്തിന്റെ ആലോചന പ്രകാരം ദേശത്ത് ദൈവ സന്ദേശം അറിയിക്കാൻ തുടങ്ങി. ഭൂമിയിൽ മഴ വരുവാൻ പോകുന്നു. ആ പ്രസംഗം കേട്ട ആ വയോവൃദ്ധനായ നോഹയെ പരിഹസിച്ചുകൊണ്ട്, അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ജനം അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. ആ ദൈവിക സന്ദേശത്തിന് ചെവി കൊടുക്കാതിരുന്ന അന്നത്തെ സമൂഹം ഒരു വലിയ ജലപ്രളയം മുഖാന്തരം അന്നത്തെ മുഴുവൻ സമൂഹവും ജനവും നഷ്ടപ്പെട്ട് നശിച്ചുപോയി.
അദ്ദേഹത്തെ ഭ്രാന്തനെന്നും വട്ടനെന്നും ഒക്കെ വിളിച്ച് അദ്ദേഹത്തെ പരിഹസിച്ചു. പക്ഷേ അന്നത്തെ ജനസമൂഹം ദൈവകൽപ്പനകളെ അതിലംഘിച്ച് ദൈവശബ്ദത്തെ മറുത്തു മത്സരിച്ചത് കൊണ്ട് ഒരു മനുഷ്യനും രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. അവിടെ രക്ഷപ്പെട്ടത് ഈ പ്രസംഗിച്ച നോഹയപ്പച്ചനും അദ്ദേഹത്തിന്റെ കുടുംബവും മാത്രമായിരുന്നു. വിശുദ്ധ ബൈബിൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഇന്ന് കാണുന്ന സകലതും അസ്തമിച്ചു പോകും. ഇന്നത്തെ നമ്മുടെ സൗന്ദര്യം ഇല്ലാതാകും. ഇന്ന് കാണുന്ന ടെക്നോളജികൾ നശിച്ചു പോകും. ഇന്ന് കാണുന്ന ഇന്റർനെറ്റിന്റെ എല്ലാ സംവിധാനങ്ങളും നശിച്ച് എല്ലാം കാലടിയായി തകർന്ന് ഇന്ന് കാണുന്ന സകല സംവിധാനങ്ങളും തകർന്നടിഞ്ഞിട്ട് ഈ ഭൂമി വിട്ടൊരു ദിവസം നാം പറന്നുയരേണ്ട സമയം വരാൻ പോവുകയാണ്. ഈ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നാലും ഒരുപക്ഷെ പ്രതാപം ഉണ്ടായിരിക്കാം, പ്രശസ്തി ഉണ്ടായിരിക്കാം, അധികാരം ഉണ്ടായിരിക്കാം, പിടിപാടുകൾ ഉണ്ടായിരിക്കാം, പണം ഉണ്ടായിരിക്കാം, സൗന്ദര്യം ഉണ്ടായിരിക്കാം, ഒരുപാട് വർണ്ണിക്കുവാൻ കഴിയുന്ന കാര്യപരിപാടികൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്നാൽ ഒരു സമയത്ത് ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് നാം ഈ ഭൂമി വിട്ട് മറയേണ്ട ഒരു സമയം വരുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു, 90-ാം സങ്കീർത്തനത്തിൽ ഭക്തനായ മോശെ പ്രകാരം പറഞ്ഞു, മനുഷ്യന്റെ ആയുസ് ഏറെയായാൽ 80, അതിന്റെ സംവത്സരം പ്രതാപവും പ്രയാസവും ഒക്കെ ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും മനുഷ്യൻ പറന്നു പോവുകയും ചെയ്യേണ്ടി വരുന്നു. ഈ ലോകത്തിലെ ജീവിതം വെറും നശ്വരമാണ്. ഭക്തനായ സോളമൻ രാജാവ് ഇങ്ങനെ പറഞ്ഞു, വയലിലെ പൂവിന് സമമാണ് മനുഷ്യന്റെ ജീവിതം. ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂവിനെ പോലെയാണ് മനുഷ്യന്റെ ജീവിതം. ഇന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പലരെയും നമുക്ക് അടുത്ത ദിവസം കാണാൻ കഴിയുന്നത് പത്രമാധ്യമങ്ങളിലൂടെയും ഏതെങ്കിലുമൊക്കെ ഫോട്ടോസുകളിലൂടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പടർന്നു പിടിക്കുന്ന മഹാവ്യാധികൾ, പെട്ടെന്ന് സംഭവിക്കുന്ന അറ്റാക്കുകൾ, മാരകമായിരിക്കുന്ന രോഗങ്ങൾ, ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് എന്താണ്? ദൈവഭയമില്ലാതെ ജീവിക്കുന്ന മനുഷ്യാതിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് നീ പെട്ടെന്ന് അറിയാതെ നിന്നെ മരണം തേടിപ്പിടിക്കുന്ന ഒരു സമയമുണ്ടെന്ന് വ്യക്തമായി തിരിച്ചറിയുക. ഒരു ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പാടി, കുടിലിൽ മാത്രമല്ല കോട്ടയ്ക്കകത്തും കൊട്ടാരത്തിലും മൃത്യു കടന്നു വരും. മറ്റൊരു ഭക്തൻ ഇപ്രകാരം പാടി, എപ്പോഴാണ് നിന്റെ മരണം സംഭവിക്കുന്നത്? നിന്റെ യാത്രയിലോ നിന്റെ ഉറക്ക സമയത്തോ എവിടെയാണ് എന്നറിയത്തില്ല. ഏത് സമയത്തും മരണമെന്ന പ്രതിവാസം നമ്മെ ചാടി പിടിക്കുവാനിടയായിത്തീരും. അതിനു മുന്നമേ നാം കരസ്ഥമാക്കേണ്ട ഒരു വസ്തുതയാണ് ആത്മരക്ഷ എന്നുള്ളത്, നിത്യജീവൻ എന്നുള്ളത്. ഇത് നാം പ്രാപിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വെറും നശ്വരമാണ്, വെറും നഷ്ടമാണെന്ന് പറയുന്നു. വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി പ്രസ്താവിക്കുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്തും പ്രയോജനം? അതുകൊണ്ട് സ്നേഹിത, വിലപ്പെട്ട സമയങ്ങൾ നഷ്ടമാക്കരുത്. വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സകല സംവിധാനങ്ങളും ഉള്ളപ്പോൾ തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ നടത്തുന്ന, നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ദൈവഭയമുള്ളവരായി മാറുവാനും ദൈവവഴികളിൽ വരുവാനും ദൈവകൽപ്പനകൾ ആചരിച്ച് ദൈവം ഒരുക്കിയ നിത്യമായ സമാധാനവും നിത്യമായ രക്ഷയും കരസ്ഥമാക്കുക. അതാണ് ഈ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമവുമില്ല. യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല എന്ന് വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി പ്രസ്താവിക്കുന്നു. എന്തൊക്കെ പിടിപാടുകൾ, ഏതൊക്കെ കാര്യപരിപാടികളിൽ നാം അകപ്പെട്ടാലും ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഒരു നിത്യമായ ജീവിതം സ്വർഗത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്നു. ആ ഒരു നിത്യ സന്ദേശം നിങ്ങളോട് അറിയിക്കുക എന്നതാണ് ഞങ്ങളുടെ ഈ പ്രസംഗത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് അവരോടുമില്ല, ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാന്യ സ്നേഹിതരോട് ഞങ്ങൾക്ക് അറിയിക്കാനുള്ള ഒരു സന്ദേശം, നിങ്ങൾ വിലപ്പെട്ട വ്യക്തിയാണ്. നിങ്ങൾക്ക് വിലയുള്ള ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നു. അത് നിങ്ങളിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ 2 സ്ഥലമാണുള്ളത്. ഒന്ന് നിത്യമായ നാശം, ഒന്ന് നിത്യമായ സമാധാനം. നിത്യമായ രക്ഷയിലേക്കും നിത്യമായ സന്തോഷത്തിലേക്കും പോകുവാൻ ഒരു വഴി സ്വർഗത്തിലെ ദൈവം, പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള സത്യമാണ് ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കുവാനായിട്ടുള്ളത്. ഈ സന്ദേശത്തെ ഒരു സാധാരണ സന്ദേശമായി കേട്ട് തള്ളിക്കളയാതെ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ സന്ദേശത്തെ നിങ്ങൾ അംഗീകരിക്കുകയും ഈ സന്ദേശത്തിന് നിങ്ങൾ ചെവിയൊടുക്കുകയും ഈ സന്ദേശം നിങ്ങളുടെ ശിരസാ വഹിച്ചുകൊണ്ട് ഇതിനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയം, സമാധാനം, സന്തോഷം ഈ ഭൂമിയിൽ ദൈവം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
നാം ചിന്തിക്കുന്നത് പോലെയല്ല കാലത്തിന്റെ പോക്ക്. വലിയ 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 വിനാശങ്ങളിലേക്ക് ലോകം ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പിഞ്ചു തലമുറകൾ അടുത്ത തലമുറയിൽ അടുത്ത രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കേണ്ട ഇന്നത്തെ പിഞ്ചു തലമുറകൾ അവരൊക്കെ ഫേസ്ബുക്കിനും ഇന്റർനെറ്റിനും ഒക്കെ അടിമയായി സ്വന്തം കുടുംബമായിട്ട് ബന്ധമില്ലാത്തവരായിട്ടൊക്കെ ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് കടന്നുപോയി. വരും കാലങ്ങളിൽ രാജ്യത്തിന്റെ ഭാവിയെ നിർണയിക്കേണ്ടവർ, രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കേണ്ടവരൊക്കെ മദ്യം, മയക്കുമരുന്ന് ഈ വിധത്തിലുള്ള തിന്മകൾക്ക് അടിമപ്പെട്ട് അവരുടെ വിജയകരമായ നല്ല ശോഭനമായ ഭാവിയെ അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമുക്ക് നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്ത് സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകണം. നമ്മുടെ തലമുറകൾ ആരും നശിച്ചു പോകരുത്. സമാധാനവും സന്തോഷവും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ ഈ ദേശത്ത് ദൈവിക സന്ദേശങ്ങളുമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ചില നിമിഷങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ഈ ശബ്ദവിധിക്കുള്ളിലേക്ക് ഞങ്ങൾ ശ്രമിക്കുവാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒന്ന് രണ്ട് ഗാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാമതിനു ശേഷം ദൈവത്തിന്റെ ദാസന്മാർ നിങ്ങളോട് ദൈവജനങ്ങളിൽ സംസാരിക്കും. അതിനായി ഞങ്ങൾ നിന്നെ ആഹ്വാനം ചെയ്തുകൊണ്ട് തുടർന്ന് ചില ഗാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. കർത്താവ് അതിനായി സഹായിക്കുവാനാണ്.